നമസ്കാരം. നമ്മൾ ഈ തേനീച്ച കർഷകർക്ക് പല ആൾക്കാർക്കും ഡബിൾ ലെയർ ബോക്സ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നത് ഈ ബോക്സിനെയാണോ ഡബിൾ ലെയർ ബോക്സ് എന്ന് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഇത് ഡബിൾ ലെയർ ബോക്സ് അല്ല. ഇതിന് രണ്ടായിട്ട് പൊളന്ന് മാറ്റാം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഡബിൾ ലെയർ ബോക്സ് അല്ല. ഇത് സാധാരണ ഒരു സിംഗിൾ ലെയർ ബോക്സാണ്. ഇത് 14:4 അല്ലെങ്കിൽ 15:4 എന്ന അളവിൽപ്പെട്ട ഒരു ബോക്സാണിത്. അപ്പം ഇങ്ങനെയുള്ള ബോക്സുകൾ നമ്മൾ ഇതിന് മുകളിൽ രണ്ട് നിലയായിട്ട് വെക്കുന്നു. അപ്പം ഇതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഈച്ച അറിയാതെ തേനെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നമുക്ക് സെറ്റ് വിരിക്കാനും വളരെ എളുപ്പമാണ്. അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇതിനെ ഈ 15:4 അല്ലെങ്കിൽ 14:4 ബോക്സിനെ ഡബിൾ ലെയർ ബോക്സാക്കി മാറ്റാൻ ഇങ്ങനെ ഒരു ബോക്സ് കൂടെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അടിയിൽ കൂടി ഒരു പൈപ്പ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പൈപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ വേറൊരു പെട്ടിയും കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൈപ്പിൽ കൂടെ കയറുന്ന തേനീച്ച നിലവിൽ വെച്ചിരിക്കുന്ന മുകളിൽ ഇരിക്കുന്ന പെട്ടിയിൽ അതിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആ മുകളിലിരിക്കുന്ന ഈ ബോക്സിലേക്ക് തേൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പൈപ്പിലൂടെ മുകളിൽ കയറുന്നതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തെ പെട്ടിയുടെ മുകളിലത്തെ അടപ്പിൽ തേൻ വരത്തേയില്ല. അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ബോക്സിൻ്റെ അകത്താണ് തേൻ വെക്കുന്നത്. അപ്പം ഇങ്ങനെ തേൻ വെക്കുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് താഴെ നിന്നും തേൻ വെച്ചിരിക്കുന്ന ഒരു പാർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഈച്ചോടുകൂടി ഒരു പാർട്ട് എടുത്തിട്ട് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുകയും മുകളിലത്തെ ഈ പാർട്ട് എടുത്ത് താഴെ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഗുണമാണ്. ഒന്നെങ്കിൽ റാണി മുകളിലോ അല്ലെങ്കിൽ ഗെയിന് താഴെയോ ഉണ്ടെങ്കിൽ രണ്ട് പൊത്തുള്ളത് കൊണ്ട് തന്നെ രണ്ട് സെറ്റായിട്ട് മാറുകയോ അതല്ല എങ്കിൽ മുകളിൽ തേൻ ആയിട്ടോ അല്ലെങ്കിൽ താഴെ തേനായിട്ടോ അവർ ഉറപ്പിച്ചോളും. എന്നിട്ട് അവർ ഇഷ്ടമുള്ള ഒരു പൊത്ത് അവർ അടയ്ക്കും. അപ്പം ഇനി ഇഷ്ടമുള്ള പൊത്ത് അടച്ചിട്ടില്ല എങ്കിൽ രണ്ട് പൊത്തിൽ കൂടെയും അവർ ഇറങ്ങുകയും ഇടയ്ക്ക് കാണുന്ന ഒരു പൈപ്പുണ്ട്. ആ പൈപ്പ് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്ന പൈപ്പ് അവർ അടച്ചിട്ട് അവർ രണ്ട് സെറ്റായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ കാണുന്ന പൈപ്പ് അവരങ്ങ് അടയ്ക്കും. എന്നിട്ട് മുകളിൽ സെറ്റായിട്ട് അവർ മാറുകയും ചെയ്യും. അപ്പം അതല്ല എങ്കിൽ എവിടെയെങ്കിലും ഒരു തട്ടിൽ തേനും ഒരു തട്ടിൽ ഈച്ചയായിട്ട് വരും. ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ് തേനെടുക്കാനും സെറ്റ് വിരിക്കാനും എളുപ്പമാണ്. മാത്രമല്ല ഇതും ഒരു 2 നില പെട്ടിയാണ്. ഇത് 6x6 ഒരു 2 നില പെട്ടിയാണ്. സാധാരണ ആൾക്കാർ ഇങ്ങനെയുള്ള പെട്ടിയും 2 നില പെട്ടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനും ഇങ്ങനെ 2 പാർട്ടാണ്. മുൻകാലങ്ങളിൽ ഇത് ഒറ്റ വലിപ്പത്തിലായിരുന്നുകൊണ്ട് തേനെടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ രണ്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ തേൻ വരുന്നത്. മുകളിൽ കാണുന്ന തുളയ്ക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോക്സ് വെച്ച് അടയ്ക്കുന്നു. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് എടുത്ത് തിരിക്കാനും പറ്റത്തില്ല. മാത്രമല്ല ഇതിൻ്റെ മുകളിലത്തെ ബോക്സിൽ തേൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ ഒരു ബുദ്ധിമുട്ടായി മാറും. നമുക്ക് ഇത് അവിടെ തന്നെ വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നേരത്തെ പെട്ടിക്കകത്ത് ഇനി ഏതെങ്കിലും കർഷകർ കെണിവെക്കൂട് വെക്കുകയോ അതുപോലെ വേറൊരു ഈച്ച വരികയോ ചെയ്താൽ നമുക്ക് ബോക്സ് ഇളക്കി കൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തേനീച്ച പിടിക്കാൻ പറ്റും. ഇത് നിങ്ങൾ കാണുന്നത് അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ബോക്സാണ്. ഇത് നമുക്കിങ്ങനെ ഇളക്കി മാറ്റാൻ പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തേനും വരത്തില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു പൊത്തിടുകയാണ് ചെയ്യുന്നത്. ആ പൊത്ത് നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ഈ പെട്ടിയിൽ രണ്ടും കൂടെ നമ്മൾ ഉറപ്പിക്കുന്നു. അതിൽ ഒരു പൊത്ത് നമ്മൾ ഉറപ്പിക്കുകയും ഒരു പൊത്ത് ഉറപ്പിക്കാതെ വെക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇളക്കി മാറ്റാനും സാധിക്കും. അപ്പം ഈ രീതിയിലുള്ള ബോക്സുകൾക്കുള്ള സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇളക്കി മാറ്റാനും ഏതെങ്കിലും കാരണവശാൽ നമുക്ക് കെണിക്കൂട് വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് മെഴുകും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈച്ച ഇതിനകത്ത് വന്ന് കയറാനും എളുപ്പമാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് തട്ടായിട്ട് എടുത്ത് മാറ്റി വെക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള ഇതും നല്ല ഒരു ഡബിൾ ലെയർ ബോക്സാണ്. ഇതും ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് തേനെടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഈച്ചയുടെ കടികളൊന്നും കുത്തോ ഒന്നും കൊള്ളത്തില്ല. കാരണം ചെറുതേനീച്ച കടിക്കത്തേ ഉള്ളൂ, കുത്തുമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് എളുപ്പത്തിൽ എടുത്ത് മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ഈ മോഡൽ. അതുപോലെ 15:4 ബോക്സിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇത് എങ്ങനെയാണെന്ന് അതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടോ ഇതൊരു അല്പം കൂടെ വലുപ്പമുള്ളൊരു ബോക്സ് തീർത്ത അതാണ് താഴത്തെ കാണുന്നത്. അതിൻ്റെ മുകളിൽ കാണുന്നത് സ്വല്പം കൂടെ വലുപ്പം കൂടിയ ഇനത്തിൽപ്പെട്ട ഒരു ബോക്സാണ്. ഇതും ഡബിൾ ലെയർ ബോക്സായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ബോക്സുകൾ തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ 2 സെക്ഷനായിട്ട് തന്നെ നമുക്ക് എടുത്തു മാറ്റാനും ഒക്കെ സാധിക്കുന്ന സെറ്റാണ്. ഇതും അടിയിലത്തേന് സ്വല്പം വലിപ്പം കൂട്ടിയിട്ടിരിക്കുന്നത്, മുകളിലത്തെ വലിപ്പം കൂട്ടുന്നത്, ഇടഭാഗത്ത് വലിപ്പം കുറച്ചാണ് ഇത് വെച്ചിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഈ ബോക്സിൻ്റെ സവിശേഷത. അപ്പം നമുക്ക് ഈ ഡബിൾ ലെയർ ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അകത്തൂടെ ഒരു സ്വല്പം
വലിപ്പമുള്ള പൈപ്പ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതുപോലെ വലിപ്പമുള്ള പൈപ്പ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവർ ആവശ്യാനുസരണം അടച്ചോളും. ഈ പൈപ്പ് നിങ്ങൾക്ക് കാണാം ഇതുപോലെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ റാണിയൊന്നും ഇതിനകത്തൂടെ മുകളിലോട്ട് കടന്നു വരത്തില്ല. ഇനി റാണി കടന്നു വന്നാൽ തന്നെ താഴെ അവർ തേൻതട്ടായിട്ട് അവർ രൂപകൽപ്പന ചെയ്തോളും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉള്ള വീഡിയോ വരും. ഇതുപോലെ ഞാൻ പാക്ക് ആക്കി അയച്ചു തരുന്നതുമാണ്. ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.